ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. India is an agriculturally important country. 2/3 of its population is engaged in agricultural activities. Agriculture is the primary activity which produces most of the food that we consume. Besides food grains, it also produces raw materials for various industries. Can you name some industries based on agriculture raw materials? Moreover, some agricultural products like tea, coffee, spices, etc. are also exported. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇന്ത്യയിൽ 2/3 പോപ്പുലേഷനും അല്ലെങ്കിൽ ജനങ്ങളും ആശ്രയിച്ച് ജീവിക്കുന്നത് അഗ്രികൾച്ചറിലാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചർ റിലേറ്റഡ് തൊഴിലുകളിലാണ്. അപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളിലാണ്, കൃഷിയോ അല്ലെങ്കിൽ അതിനുമായിട്ട് അനുബന്ധ മേഖലകളിലാണ് ഏകദേശം 2/3 പേരും ആശ്രയിച്ച് ജീവിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രൈമറി ആക്ടിവിറ്റിയാണ്. അതായത് ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക, ആ ഒരു ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ എന്നുകൊണ്ട് ബേസിക്കലി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേസിക്കലി ആ ടേം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫുഡ് ഗ്രെയിൻസിന് പുറമേ പല ഇൻഡസ്ട്രീസിന് ആവശ്യമായ റോ മെറ്റീരിയൽസും ഈ അഗ്രികൾച്ചർ വഴി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കാരണം ഈ കോട്ടൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ വഴിയാണ്. അതുപോലെ അഗ്രികൾച്ചർ വഴി പല ഇൻഡസ്ട്രിക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, മിക്ക പ്രൊഡക്ട്സും നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ടീ, കോഫി, സ്പൈസ് തുടങ്ങിയ പ്രൊഡക്ട്സൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു മേഖലയാണ് ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ ചില ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖല മാത്രമല്ല, അതിനപ്പുറം ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ടും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ മേഖലയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫാമിംഗ്. Agriculture is an age-old economic activity in our country. Over these years, cultivation methods have changed significantly depending upon the characteristics of physical environment, technological know-how, and socio-cultural practices. Farming varies from subsistence to commercial type. At present, in different parts of India, the following farming systems are practiced. അപ്പോൾ കാലങ്ങളായിട്ട് ഒരു ചെയ്തു വരുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് അഗ്രികൾച്ചർ. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളും അതിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള ഫാമിംഗ് ടെക്നിക്സാണ് ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കി വരാം. പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അപ്പോൾ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആണ്. This type of farming is still practiced in few pockets of India. Primitive subsistence agriculture is practiced on small patches of land with the help of primitive tools like a hoe, dowel, and digging sticks, and family or community labor. This type of farming depends upon monsoon, natural fertility of the soil, and sustainability of other environmental conditions to the crops grown. അപ്പോൾ ഈ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്ന ടെക്നീക്ക്, ലൈക്ക് ഫാമിംഗ് ഒരു സിസ്റ്റം ഇന്ത്യയിലെ പല പോക്കറ്റ്സിലും അല്ലെങ്കിൽ പല ഏരിയാസിലും ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രിമിറ്റീവ് ടൂൾസ് വെച്ചിട്ട് ദാവോ അല്ലെങ്കിൽ ഡിഗിങ് സ്റ്റിക്സ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ഫാമിലി കമ്മ്യൂണിറ്റി ലേബർ ഉപയോഗിച്ചിട്ട് തൊഴിലാളികളെ ഉപയോഗിച്ചിട്ട്, അങ്ങനെയുള്ള തൊഴിലാളികൾ ഫാമിലിയിൽ നിന്നുള്ളതായാലും ശരി കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളതായാലും ശരി അങ്ങനെയുള്ള തൊഴിലാളികളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് പണ്ട് കാലം മുതലേ യൂസ് ചെയ്ത് വരുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പ്രകൃതിയെ ആശ്രയിച്ചിരിക്കും. അതായത് നാച്ചുറൽ ഫെർട്ടിലിറ്റി, ആ ഒരു സോയിലിൽ ഉള്ള ഫെർട്ടിലിറ്റി, അല്ലാതെ നമ്മൾ എക്സ്ട്രാ ഫെർട്ടിലിറ്റി ഒന്നും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ മൺസൂണിനെ ആശ്രയിച്ച്, അല്ലാതെ ലൈക്ക് നമ്മൾ ബാക്കി ചില സ്രോതസ് അങ്ങനെയുള്ള സംഭവങ്ങളല്ലാതെ മൺസൂണിനെ ആശ്രയിച്ച്, അതുപോലെ തന്നെ മറ്റുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷൻസിനെ ആശ്രയിച്ചൊക്കെ ക്രോപ്സ് തിരഞ്ഞെടുക്കുക, അവിടെ അത് കൃഷി ചെയ്യുക, അങ്ങനെയുള്ള ടെക്നിക്കിനെയാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. It is a slash and burn agriculture. Farmers clear a patch of land and produce cereals and other food crops to sustain their family. When the soil fertility decreases, the farmers shift and clear a fresh patch of land for cultivation. This type of shifting allows nature to replenish the fertility of the soil through natural processes. Land productivity in this type of agriculture is low, as the farmer does not use fertilizers or other modern inputs. It is known by different names in different parts of the country. ഇപ്പോൾ എന്താണ് ഇതൊരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോൾ ഒരു ഏരിയ ഓഫ് ലാൻഡ് ഒരു ഫാമേഴ്സ് ക്ലിയർ ചെയ്തിട്ട് അവിടെ കൃഷി നടത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമായ പ്രൊഡക്ട്സ്, അവരുടെ ജീവിതത്തിന് ആവശ്യമായ സിറിയൽസ്, ഫുഡ് ക്രോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്
കൃഷി ചെയ്യുക. എന്നിട്ട് ആ ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയുമ്പോൾ ആ ഒരു ഏരിയ വിട്ടിട്ട് വേറൊരു ഏരിയയിലേക്ക് അവിടെ ക്ലിയർ ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരു ഏരിയ ക്ലിയർ ചെയ്തെന്ന് വയ്ക്കുക, അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്തു. അതിൻ്റെ ഫെർട്ടിലിറ്റി, ആ ഒരു ഏരിയയുടെ ഫെർട്ടിലിറ്റി കുറയുമ്പോൾ വേറൊരു ഏരിയയിലേക്ക് പോയിട്ട് അവിടെ ക്ലിയർ ചെയ്തിട്ട് അവിടെ കൃഷി ചെയ്യുന്ന ഒരു ഷിഫ്റ്റിംഗ് ടൈപ്പ് ഓഫ് കൾച്ചർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ആ ഒരു രീതിയാണ് നമ്മൾ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നേച്ചറിനൊരു അവസരം കിട്ടും. അതായത് ആ ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇപ്പോൾ നശിച്ചിരിക്കുകയാണ്, അതായത് അവിടെ കൃഷി ചെയ്ത് ഫെർട്ടിലിറ്റി നശിച്ചിരിക്കുന്നിടത്ത് കുറച്ച് നാളത്തേക്ക് മാറിയിട്ട് വേറെ സ്ഥലത്ത് ചെയ്യുമ്പോൾ ആ ഒരു സോയിൽ അല്ലെ ഫെർട്ടിലിറ്റി നേച്ചർ തന്നെ അതൊരു റിപ്ലനിഷ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരും. ആ ഒരു നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഫെർട്ടൈലാവും. ആ ഒരു പ്രോസസ്സിന് അവസരമൊരുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് കൂടുതൽ സ്ട്രെസ് ആ ലാൻഡിന് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ഇനി ഈ ഏരിയയുടെ ലാൻഡിലെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മോഡേൺ ഇൻപുട്സ് അല്ലെങ്കിൽ മോഡേൺ മെക്കാനിക്സം അല്ലെങ്കിൽ മോഡേൺ മെഷീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നില്ല, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ കൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ ഒരു പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. ഫുള്ളി നാച്ചുറലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു നാച്ചുറൽ എലമെൻറ്റിന് ഒരു വേരിയേഷൻ സംഭവിച്ചാൽ അത് കൃഷിയെ മൊത്തത്തിൽ ബാധിക്കും. അല്ലാതെ നമുക്കത് ആർട്ടിഫിഷ്യലി അവരൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ജുമിങ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ലൈക്ക് ആസാം, മേഘാലയ, മിസോറാം ആൻഡ് നാഗാലാൻഡ്, പംലോ ഇൻ മണിപ്പൂർ, ദിപ്പ ഇൻ ബസ്താർ ഡിസ്ട്രിക്ട് ഓഫ് ഛത്തീസ്ഗഡ് ആൻഡ് ഇൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇപ്പോൾ എന്താണ്, ഇത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ആസാം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇത് ജുമിങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മണിപ്പൂരിൽ പംലോ, ബസ്താർ ഡിസ്ട്രിക്ട്, ഛത്തീസ്ഗഡിലെ ബസ്താർ ഡിസ്ട്രിക്റ്റിലെ ഇത് ദിപ്പ, പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാറിലും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. അപ്പോൾ അടുത്ത ഫസ്റ്റ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസിനെ കഴിഞ്ഞു, അടുത്ത ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ്. This type of farming is practiced in areas of high population pressure on land. It is labor-intensive farming where high doses of biochemical inputs and irrigation are used for obtaining higher production. അപ്പോൾ ഇതെന്താണ്, ഈ ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ് ഹൈ പോപ്പുലേഷൻ പ്രഷർ ഏരിയാസിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇതൊരു ലേബർ ഇൻറ്റൻസീവ് ഫാമിംഗ് ആണ്, ഒരുപാട് ലേബർ ആവശ്യമായ ഫാമിംഗ് ആണ്. അതിൻ്റെ കൂടെ ഒരുപാട് ബയോകെമിക്കൽ ഇൻപുട്സ് ലൈക്ക് ഫെർട്ടിലൈസേഴ്സ് കണക്കുള്ള ഇറിഗേഷൻ്റെ ആവശ്യമുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ മൺസൂണിനെ ആശ്രയിച്ച് കംപ്ലീറ്റ് ആയിട്ട് നേച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലി വാട്ടറിൻ്റെ സപ്ലൈ ചെയ്യണം, ഇറിഗേഷൻ്റെ ആവശ്യമുണ്ട്. പിന്നെ though the right of inheritance leading to the division of land among successive generations has rendered landholding size uneconomical, the farmers continue to take maximum output from the limited land in the absence of alternative source of livelihood. Thus, there is enormous pressure on agricultural land. അതുപോലെ തന്നെ ഈ റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് ഇപ്പോൾ ജനറേഷൻസ് ആയിട്ട് ഈ ലാൻഡ് കൈമാറി പോവുകയാണ്. അപ്പോൾ ഇത് അൺഎക്കണോമിക്കലാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തുല്യമായിട്ടല്ല കിട്ടുന്നത്. പിന്നെ ഫാർമേഴ്സിന് ഈ ഒരു അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റൊരു ജീവിതമാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നിന്ന് ഈ ലാൻഡിനകത്ത് മാക്സിമം എക്കണോമിക് ഔട്ട്പുട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അഗ്രികൾച്ചർ ലാൻഡിന് ഒരു വലിയൊരു പ്രഷറാണ് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ അവർ പ്രഷറൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് കുറച്ച് നാൾ ഇവിടെ മാറുന്നു. പിന്നെ നാച്ചുറൽ തന്നെ അവിടുത്തെ ഒരു ഫെർട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ റിപ്ലനിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ റിപ്ലനിഷ് ചെയ്യാനുള്ള അവസരം നേച്ചറിന് ഒടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫെർട്ടിലിറ്റി നശിപ്പിക്കുമ്പോൾ ബയോകെമിക്കൽ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട്, അതായത് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്, ഇറിഗേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ പ്രഷർ അതിനകത്ത് കൊടുത്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് നേടിയെടുക്കുന്ന രീതിയാണ് ഈ ഒരു ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറയുന്നത്. ആ ടേമിൽ നമുക്കറിയാം എന്താണ് ഇൻറ്റൻസീവ്, അത്രയും ഇൻറ്റൻസ് ആയിട്ട് ആ ഒരു ലാൻഡിൽ പ്രഷറൈസ് ചെയ്യുകയാണ്. Commercial farming. The main characteristic of this type of farming is the use of higher doses of modern inputs, high yielding variety seeds, chemical fertilizers, insecticides and pesticides in order to obtain higher productivity. The degree of commercialization of agriculture varies from one region to another. For example, rice is a commercial crop in Haryana and Punjab, but in Odisha it is a subsistence crop. എന്താണ് അടുത്ത കൊമേഴ്ഷ്യൽ ഫാമിംഗ് ആണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ
കൊമേഴ്ഷ്യലൈസ്, അതായത് നമുക്കറിയാം അവർക്ക് ജീവിതം നിലനിർത്താനല്ല, പകരം എന്താണ് അവർക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണ്. അതിനവരെന്ത് ചെയ്യും, കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഇൻപുട്സ് യൂസ് ചെയ്യും, ഫാമിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും, ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, അതായത് നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സീഡ്സിൻ്റെ ഇനങ്ങൾ ചൂസ് ചെയ്യും, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യും, ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യും. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു മോഡേണൈസ്ഡ് കൃഷി രീതിയിലേക്ക് പോകും. അവരുടെ ആവശ്യം എന്താണ്, ഹൈ പ്രൊഡക്ടിവിറ്റിയാണ്. അത് കൃഷി ചെയ്യുക, ഹൈ പ്രൊഡക്ടിവിറ്റിയിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അത് വിൽക്കുക, ആ ഒരു രീതിയാണ്. നമ്മൾ ഇൻറ്റൻസീവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ ആ ലിവ്ലിഹുഡിന് വേണ്ടിയാണ് ചെയ്തത്. അതായത് ജസ്റ്റ് അവർക്ക് കഴിക്കാനും അതുപോലെ തന്നെ ആ ലിവ്ലിഹുഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെയ്തതാണെങ്കിൽ, ഇവിടേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു എക്കണോമിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ബേസ്ഡ് കൃഷിയാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അത് ആ ഒരു ക്രോപ്പ് കൊമേഴ്ഷ്യൽ ക്രോപ്പാണോ അതോ സബ്സിസ്റ്റൻസ് ക്രോപ്പാണോ, അതായത് നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്ത് നിലനിർത്താനുള്ളതാണോ, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് ക്രോപ്സ് ആണോ എന്ന് ആ റീജിയനെ ബേസ് ചെയ്തിരിക്കും. കാരണം എല്ലായിടത്തും ഒരുപോലുള്ള ആഹാരങ്ങളല്ല അല്ലെങ്കിൽ ഒരുപോലുള്ള കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയനെ ബേസ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ റൈസ്, അതൊരു കൊമേഴ്ഷ്യൽ ക്രോപ്പാണ് ഹരിയാനയിലും പഞ്ചാബിലും. പക്ഷേ ഒഡീഷയിലേക്ക് വരുമ്പോൾ അതൊരു സബ്സിസ്റ്റൻസ് ക്രോപ്പാണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാം. Plantation is also a type of commercial farming. In this type of farming, a single crop is grown on a large area. The plantation has an interface of agriculture and industry. Plantation cover large tracts of land using capital-intensive inputs. With the help of migrant laborers, all the produce is used as raw material in respective industries. അപ്പോൾ എന്താണ് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഫാമിംഗ് ടൈപ്പാണ്. അതായത് ഒരു ടൈപ്പ് ഓഫ് ഫാമിംഗ്, അതായത് ഒരു സിംഗിൾ ക്രോപ്പ് ഒരു വലിയ ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുക. അവിടെയുള്ള ഒരുപാട് ഏരിയയിൽ അവിടെ ഒരു ലാർജ് ട്രാക്ട്സ് ഓഫ് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുക, അവിടെ മൈഗ്രൻ്റ് ലേബേഴ്സിനെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുക, ഹൈലി ക്യാപിറ്റലൈസ്ഡ് ആവുക, അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ ഒരു ക്രോപ്സൊക്കെ ഒരുപാട് വെച്ച് പിടിപ്പിച്ച് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാമിങ്ങിനാണ് പ്ലാന്റേഷൻ ഫാമിംഗ് എന്ന് പറയുന്നത്. In India, tea, coffee, rubber, sugarcane, banana, etc. are important plantation crops. അപ്പോൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ടീ, കോഫി, റബ്ബർ, ഷുഗർ കെയിൻ, ബനാന തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്. ടീ ഇൻ ആസാം ആൻഡ് നോർത്ത് ബംഗാൾ, കോഫി ഇൻ കർണാടക ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റേഷൻ ക്രോപ്സ് ഗ്രോൺ ഇൻ ദീസ് സ്റ്റേറ്റ്സ്. നമ്മൾ പറയുകയാണെങ്കിൽ ആസാമിനെ സംബന്ധിച്ചിടത്തോളം, നോർത്ത് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ടീയും അതുപോലെ തന്നെ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കോഫിയുമാണ് പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്. Since the production is mainly for market, as well-developed network of transport and communication connecting the plantation area, processing industries and market plays an important role in development of plantation. അപ്പോൾ ഇത് പ്രധാനമായിട്ടും എന്താണ് മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ളത്, അതല്ലെങ്കിൽ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഒരു കണക്ഷൻ, ട്രാൻസ്പോർട്ടിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കണക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് അതൊക്കെ ഡെവലപ്മെൻറ്റ്, അതായത് പ്ലാന്റേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫീച്ചേഴ്സാണ്. Cropping pattern. You have studied the physical diversities and plurality of cultures in India. These are also reflected in agricultural practices and cropping patterns in the country. Various various types of foods and fiber crops, vegetables and fruits, spices and condiments, etc. constitute some of the important crops grown in the country. India has 3 cropping seasons: Rabi, Kharif and Zaid. ഇപ്പോൾ എന്താണ് ക്രോപ്പിംഗ് പാറ്റേൺ? ഇന്ത്യ ഒരു പ്ലൂറൽ ആശയം അല്ലെങ്കിൽ ഒരു പ്ലൂറൽ കൾച്ചറുള്ള അല്ലെങ്കിൽ ഡൈവേഴ്സ് കൾച്ചറുള്ള രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ പലതരത്തിലുള്ള അഗ്രികൾച്ചർ പ്രാക്ടീസസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡൈവേഴ്സിറ്റി ഈ അഗ്രികൾച്ചറിലും കാണാൻ പറ്റും. അപ്പോൾ വേരിയസ് ഫുഡ് ടൈപ്സ്, ഫുഡ് ക്രോപ്സ്, ഫൈബർ ക്രോപ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സ്പൈസസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ഓഫ് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും 3 ക്രോപ്പിംഗ് സീസൺസാണ് ഇന്ത്യയിലുള്ളത്: റാബി, ഖാരിഫ്, സൈദ്. Rabi crops are sown in winter from October to December and harvested in summer from April to June. ഇപ്പോൾ റാബി ക്രോപ്സ് എന്ന് പറയുന്നത് ഒക്ടോബർ, അതായത് വിൻ്റർ സീസണിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെ വരുന്ന വിൻ്റർ സീസണിൽ അത് വിതയ്ക്കുന്നതാണ്. കൊയ്യുന്നത് വരുന്നത് സമ്മർ സീസണിലാണ്, ഏപ്രിൽ ജൂൺ ആ ഒരു സീസണിലാണ്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റാബി ക്രോപ്സ് ആർ വീറ്റ്, ബാർലി, പീസ്, ഗ്രാം ആൻഡ് മസ്റ്റാർഡ്. പ്രധാനപ്പെട്ട റാബി ക്രോപ്സ് എന്ന് പറയുന്നത് വീറ്റ്, ബാർലി, പീസ്, ഗ്രാം, മസ്റ്റാർഡ് തുടങ്ങിയവയാണ്. Though these crops are grown in large parts of India, states from the north and northwestern parts such as Punjab, Haryana, Himachal, Jammu Kashmir, Uttarakhand and Uttar Pradesh are important for the production of wheat and other rabi crops.
അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിൽ മിക്കയിടത്തും കാണാം, ഒരു ലാർജ് ഏരിയയിൽ കാണാൻ പറ്റുമെങ്കിലും പ്രധാനമായിട്ടും വരുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്സിലാണ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ, ജമ്മു, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും വീറ്റ് പോലുള്ള റാബി ക്രോപ്സിനൊക്കെ പ്രധാനമായിട്ടും കൾട്ടിവേഷൻ വരുന്നത്. Availability of precipitation during winter months due to the western temperate cyclones helped the success of these crops. However, the success of the Green Revolution in Punjab, Haryana, Western Uttar Pradesh and the parts of Rajasthan has also been an important factor in the growth of above mentioned rabi crops. ഈ ഒരു വിൻ്റർ സീസണിൽ വരുന്ന ടെമ്പറേറ്റ് സൈക്ലോൺസ്, വെസ്റ്റേൺ ടെമ്പറേറ്റ് സൈക്ലോൺസിൻ്റെ ഒരു പ്രസൻസ് ഇതിന് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ സക്സസ് പഞ്ചാബിലും ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലെ ചില ഭാഗങ്ങളും ഉണ്ടായ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ സക്സസ് ഇതിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ റാബി ക്രോപ്സിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഖാരിഫ് ക്രോപ്സ് ആർ ഗ്രോൺ വിത്ത് ദ ഓൺസെറ്റ് ഓഫ് മൺസൂൺ ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി and these are harvested in September and October. Important crops grown during the season are paddy, maize, jowar, bajra, thar, moong, urad, cotton, jute, groundnut and soybean. Some of the most important rice growing regions are Assam, West Bengal, coastal regions of Odisha, Andhra Pradesh, Telangana, Tamil Nadu, Kerala and Maharashtra, particularly Konkan coast, along with Uttar Pradesh and Bihar. Recently, paddy has become an important crop of Punjab and Haryana. In states like Assam, West Bengal and Odisha, these crops of paddy are grown in a year. These are ours, emman and boro. ഇപ്പോൾ എന്താണ് ഖാരിഫ് ക്രോപ്സ് എന്ന് പറയുന്നത് മൺസൂണിൻ്റെ ഓൺസെറ്റോടുകൂടി അല്ലെങ്കിൽ മൺസൂൺ സീസണിൽ തുടങ്ങിയിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്താണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും പാഡി, മെയ്സ്, ജോവാർ, ബജ്ര, ഥർ, മൂങ്, ഉറാദ്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട് നട്ട്, സോയാബീൻ തുടങ്ങിയ ക്രോപ്സാണ് ഈ ഒരു ഖാരിഫ് ക്രോപ്സ് ആയിട്ട് വരുന്നത്. പ്രധാന ക്രോപ്പ് എന്ന് പറയുന്ന റൈസാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റൈസ് പ്രധാനമായിട്ടും വിളയുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ആസാം, വെസ്റ്റ് ബംഗാൾ, കോസ്റ്റൽ റീജിയൻസ് ഓഫ് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കേരള, മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കൊങ്കൺ കോസ്റ്റ് ആ ഒരു റീജിയൻസ്, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ റൈസ് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും റൈസ് ഒരു പ്രധാനപ്പെട്ട ക്രോപ്പായിട്ട് വരുന്നുണ്ട്. ഇനി ആസാം, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ പാഡിയുടെ 3 വെറൈറ്റി ഒരു വർഷം ആണ് വിതയ്ക്കുന്നത്. അതെന്ന് പറയുന്നത് ഓസ്, അമാൻ, ബോറോ എന്ന് പറയുന്ന 3 വെറൈറ്റീസാണ്. In between the Rabi and Kharif season, there is a short season. In between Rabi and Kharif season, there is a short season during the summer months known as Zaid season. Some of these crops produced during Zaid are watermelon, muskmelon, cucumber, vegetables and fodder crops. Sugarcane takes almost a year to grow. ഇപ്പോൾ എന്താണ് ഈ രണ്ട് റാബിക്കും ഖാരിഫിനിടയിൽ സയ്യിദ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സീസണുണ്ട്. അത് ഷോർട്ട് പീരീഡാണ്. സമ്മർ സീസണിൽ വിളയുന്ന അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്സിനാണ് സയ്യിദ് എന്ന് പറയുന്നത്. വാട്ടർമെലൺ, മസ്ക്മെലൺ, കുക്കുംബർ, വെജിറ്റബിൾ, ഫോഡർ ക്രോപ്സ് തുടങ്ങിയവയാണ് ഈ ഒരു സയ്യിദ് സീസണിൽ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി ഷുഗർ കെയിൻ്റെ കാര്യം എടുത്താൽ അതൊരു വർഷം വേണ്ടി വരും അതിനെ ഒന്ന് ഡെവലപ്പായിട്ട് വരാൻ. മേജർ ക്രോപ്സ്. എ വെറൈറ്റി ഓഫ് ഫുഡ്സ് ആൻഡ് non-food crops are grown in different parts of the country depending upon the variation in soil, climate and cultivation practices. Major crops grown in India are rice, wheat, millets, pulses, tea, coffee, sugarcane, oilseeds, cotton, jute, etc. അപ്പോൾ പ്രധാനമായിട്ടും പല വെറൈറ്റീസിലുള്ള ഫുഡ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നോക്കുകയാണെങ്കിൽ റൈസ്, വീറ്റ്, മില്ലറ്റ്സ്, പൾസസ്, ടീ, കോഫി, ഷുഗർകെയിൻ തുടങ്ങിയ ഒരുപാട് വെറൈറ്റിയുള്ള ഫുഡ് ക്രോപ്സ് അല്ലെങ്കിൽ non-food crops ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ stable food crop of a majority of people in India. Our country is the second largest producer of rice in the world after China. It is a kharif crop and which requires high temperature above 25 degrees Celsius and high humidity with annual rainfall of 100 cm. In the areas of less rainfall, it grows with the help of irrigation. ഇപ്പോൾ എന്താണ് റൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റേപ്പിൾ ഫുഡ് ക്രോപ്പാണ്. പ്രധാനമായിട്ടും ഒരു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇന്ത്യയിലെ ഒരു മെജോറിറ്റി തന്നെ യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ക്രോപ്പാണ്. ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് റൈസ് ആണ്. ചൈനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയാണ്. ഏകദേശം അതിന് ഒരു ഖാരിഫ് ക്രോപ്പാണ്. ഏകദേശം ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വേണം. അതുപോലെ തന്നെ ആനുവൽ റെയിൻഫോൾ 100 സെൻറ്റിമീറ്ററിന് മുകളിൽ വേണം. അപ്പോൾ ഇത് ഒരു റെയിൻഫോളിൻ്റെ ഒരു കണ്ടൻറ്റ് കുറവുള്ള സമയങ്ങളിൽ ഇറിഗേഷൻ്റെ ആവശ്യമുണ്ട്.
ഇപ്പോൾ ഒരു മേജർ ഏരിയ റൈസ് പ്രൊഡക്ഷൻ്റെ ഒരു മേജർ ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് ഈസ് ഗ്രോൺ ഇൻ ദ പ്ലെയിൻസ് ഓഫ് നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, കോസ്റ്റൽ ഏരിയാസ് ആൻഡ് ദ deltaic region. Development of dense network of canal irrigation and tube wells have made it possible to grow rice in areas of less rainfall such as Punjab, Haryana and western Uttar Pradesh and parts of Rajasthan. റൈസ് പ്രധാനമായിട്ടും ഗ്രോ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിൽ കോസ്റ്റൽ ഏരിയാസ് തുടങ്ങിയ ഒരു സ്ഥലങ്ങളിലും പിന്നെ ഡെൽറ്റൈക് റീജിയൻസ് ഡെൽറ്റയുടെ ചേർന്നൊക്കെയാണ്. ഇപ്പോൾ കനാൽ ഇറിഗേഷൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് വഴിയും ട്യൂബ് വെല്ലിൻ്റെ ഡെവലപ്മെൻറ്റ് വഴിയൊക്കെ ഇപ്പോൾ റൈസ് ലെസ് റെയിൻഫോൾ റീജിയൻസിൽ പഞ്ചാബിലോ ഹരിയാന, വെസ്റ്റേൺ ഉത്തർപ്രദേശ്, രാജസ്ഥാനിലെ ചില ഭാഗങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. വീറ്റ്, ദിസ് ഈസ് സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് cereal crop. It is the main food crop. In north and northwestern part of the country, this rabi crop requires a cool growing season and a bright sunshine at the time of ripening. It requires 50 to 75 annual rainfall evenly distributed over the growing season. There are important wheat growing zones in the country: the Ganga-Satluj plains in the northwest and the black soil region of the Deccan. The major wheat producing states are Punjab, Haryana, Uttar Pradesh, Madhya Pradesh, Bihar and Rajasthan. അപ്പോൾ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് cereal ക്രോപ്പ് എന്ന് പറയുന്നത് വീറ്റാണ്. അതൊരു മെയിൻ ഫുഡ് ക്രോപ്പാണ്. നോർത്ത് വെസ്റ്റേൺ റീജിയനിലെ ഒരു മെയിൻ ഫുഡ് ക്രോപ്പാണ്. ഇതിനൊരു ഒരു ഗ്രോയിങ് സീസണാണ്. റാബി ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ കൂളായ ഒരു സീസണാണ് അതിന് ആവശ്യം. ഒരു ബ്രൈറ്റ് സൺഷൈനും അതുപോലെ തന്നെ 50 to 75 ആനുവൽ റെയിൻഫാൾ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കണം. ആ ഒരു കൾട്ടിവേഷൻ പീരീഡിൽ എപ്പോഴും ഈ ഒരു ടൈപ്പ് ഓഫ് റെയിൻഫോൾ വേണം. പ്രധാനമായിട്ടും ഇത് ഗ്രോ ചെയ്യുന്നത് ഗംഗാ സത്ലജ് പ്ലെയിൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ റീജിയൻ, ഡെക്കാൻ്റെ ഒരു ബ്ലാക്ക് സോയിൽ റീജിയൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബീഹാർ ആൻഡ് രാജസ്ഥാൻ. മില്ലറ്റ്സ്, ജോവർ, ബജ്ര ആൻഡ് റാഗി ആർ ദ important millets grown in India. Though these are known as coarse grains, they have high nutritional value. For example, ragi is very rich in iron, calcium, other micronutrients and roughage. Jowar is the third most important food crop with respect to area and production. It is the main fed crop mostly grown in the moist areas which hardly needs irrigation. Major jowar producing states are Maharashtra, Karnataka, Andhra Pradesh and Madhya Pradesh. Bajra grows on sandy soils and shallow black soil. Major bajra producing states are Rajasthan, Uttar Pradesh, Maharashtra, Gujarat and Haryana. Ragi is a crop of dry regions and grow well on red, black and sandy, loamy and shallow black soils. Major ragi producing states are Karnataka, Tamil Nadu, Himachal Pradesh, Uttarakhand, Sikkim, Jharkhand and Arunachal Pradesh. മില്ലറ്റ്സ് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട്: ജോവർ, ബജ്ര ആൻഡ് റാഗി. അപ്പോൾ ഇത് കോഴ്സ് ഗ്രെയിൻസ് എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഗ്രെയിൻസ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഗി എന്ന് പറയുന്നത് ഹൈ റിച്ച് അയൺ ഉള്ളത് അല്ലെങ്കിൽ കാൽസ്യം, മൈക്രോ ന്യൂട്രിയൻസ്, റഫേഷൻ്റെയൊക്കെ കൂടുതലുള്ള ക്രോപ്പാണ് ഈ റാഗി എന്ന് പറയുന്നത്. ഇപ്പോൾ ജോഗാറിൻ്റെ കാര്യം എടുത്താൽ അത് തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ക്രോപ്പാണ് ഇന്ത്യയിൽ ഒരു ഏരിയയും പ്രൊഡക്ഷനും വെച്ച് കണക്കാക്കുമ്പോൾ. ഇതൊരു റെയിൻ ഫെഡ് ക്രോപ്പാണ്. അതായത് റെയിനെ മോസ്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മോസ്റ്റ്ലി വെറ്റ് ഏരിയ ആയിട്ടുള്ള മോയിസ്റ്റ് ഏരിയയിൽ ഇറിഗേഷൻ ആവശ്യമില്ലാതെ തന്നെ വളരുന്ന ക്രോപ്പാണ് ഈ ജോവാർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുള്ളത്. ഇനി ബജ്ര എടുത്ത് നോക്കുകയാണെങ്കിൽ സാൻഡി സോയിൽ, ഷാലോ ബ്ലാക്ക് സോയിലൊക്കെ വളരുന്ന ഒരു ക്രോപ്പാണിത്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന തുടങ്ങിയ സ്ഥലങ്ങളിലാണിത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ലാസ്റ്റ് റാഗി എന്ന് പറയുന്ന ക്രോപ്പ് സാൻഡി, ബ്ലാക്ക്, ലോമി, ഷാലോ ബ്ലാക്ക് സോയിലൊക്കെ പ്രധാനമായിട്ടും കാണും. ഇതിൻ്റെ പ്രധാന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, ജാർഖണ്ഡ് ആൻഡ് അരുണാചൽ പ്രദേശ്. അടുത്ത ക്രോപ്പിലേക്ക് നമുക്ക് പോകാം. മൈസ്. ഇറ്റ് ഈസ് എ ക്രോപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ബോത്ത് ആസ് ഫുഡ് ആൻഡ് ഫോഡർ. It is a kharif crop which requires temperature between 21 degrees Celsius and 27 degrees Celsius and grows well in old alluvial soil. In some states like Bihar, maize is grown in rabi season also. Use of modern inputs such as HYV seeds, fertilizers and irrigation have contributed to the increasing production of maize. Major maize producing states are Karnataka, Madhya Pradesh, Uttar Pradesh, Bihar, Andhra Pradesh and Telangana.
ഇനി മെയ്സ് എന്ന് പറയുന്നത് ഒരു ഫുഡ് അല്ലെങ്കിൽ ഫുഡർ ക്രോപ്പാണ്. ഇത് പ്രധാനമായിട്ട് ഒരു ഖാരിഫ് ക്രോപ്പാണ്. 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വളരുന്ന ക്രോപ്പാണ്. ഓൾഡ് അലൂവിയൽ സോയിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളരുക. പിന്നെ ബീഹാറിലൊക്കെ ഒരു റാബി സീസണിലും ഈ മൈസ് വളർത്താറുണ്ട്. ഇതിന് പ്രധാനമായിട്ടും HYV സീഡ്സ്, അതായത് ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇറിഗേഷൻ്റെയൊക്കെ ആവശ്യമുണ്ട്. മേജർ മൈസ് പ്രൊഡ്യൂസിങ് കൺട്രീസ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു വീറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ കാണുന്നത്. അടുത്ത് പൾസസ്. India is the largest producer as well as the consumer of the pulses in the world. These are the major sources of protein in a vegetarian diet. Major pulses that are grown in India are urad, moong, masoor, peas and gram. Can you distinguish which of the pulses are grown in Kharif season and which are grown in Rabi season? Pulses needs less moisture and survive even in dry condition, being leguminous crops. All these crops except arhar help the restoration soil fertility by fixing nitrogen from the air. Therefore, these are the mostly grown in rotation with the other crops. Major pulses producing states in India are Madhya Pradesh, Rajasthan, Maharashtra, Uttar Pradesh and Karnataka. ഇനി പൾസസ് എന്ന് പറയുന്നത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ പൾസസിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ കൺസ്യൂമറും. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡയറ്റിലെ ഒരു പ്രോട്ടീൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് പൾസസ് ആണ്. പ്രധാനമായിട്ടും പൾസസിൻ്റെ വെറൈറ്റി എന്ന് പറയുമ്പോൾ ടെർ, ഉറാദ്, മൂങ്, മസൂർ, പീസ്, ഗ്രാം തുടങ്ങിയവയാണ് പൾസസ് എന്ന് പറയുന്നത്. ഇനി ഇത് മോയ്സ്ചറിൻ്റെ കുറവിലോ അതുപോലെ തന്നെ ഡ്രൈ കണ്ടീഷനിലൊക്കെ ഇത് വളരുന്നതുകൊണ്ട് തന്നെ ഇത് അത്രയും, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഇറിഗേഷൻ അത്യാവശ്യം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ലൈക്ക് അതൊരു ഡ്രൈ കണ്ടീഷനും വളരുന്ന ഒരു ക്രോപ്പാണ്. ഇതൊരു ലെഗ്യൂമിനസ് ക്രോപ്പ് ആയതുകൊണ്ട് തന്നെ ഈ നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നുണ്ട്. അർഹാർ ഒഴിച്ച് ബാക്കി എല്ലാ ടൈപ്പ് ഓഫ് ക്രോപ്സും അതിനകത്ത് വെറൈറ്റീസും നൈട്രജൻ ഫിക്സേഷൻ നടത്തുന്നതുകൊണ്ട് തന്നെ ഇതൊരു റൊട്ടേഷണൽ ക്രോപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മണ്ണിൻ്റെ ഒരു നൈട്രജൻ കണ്ടല്ല ഫെർട്ടിലിറ്റി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൃഷി കഴിഞ്ഞിട്ട് അടുത്ത് ഈ ഒരു പൾസസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. മേജർ പൾസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് ആൻഡ് കർണാടക. ഇനി നമുക്ക് ഫുഡ് ക്രോപ്സ് അതർ ദാൻ ഗ്രെയിൻസ് നോക്കാം. ഷുഗർ കെയിൻ. ഇറ്റ് ഈസ് എ ട്രോപ്പിക്കൽ ആസ് വെൽ ആസ് സബ്ട്രോപ്പിക്കൽ ക്രോപ്പ്. It grows well in hot and humid climate with a temperature of 21 degrees Celsius to 27 degrees Celsius and annual rainfall between 75 degrees Celsius to 100 centimeter to 75 centimeter to 100 centimeter. Irrigation is required in the region of lower rainfall. It can be grown on variety of soils and needs a manual labor from sowing to harvesting. ഷുഗർ കെയിൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ട്രോപ്പിക്കൽ ക്രോപ്പ് അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ ക്രോപ്പ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് ഈ ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഇത് ഹോട്ട് ഹ്യൂമിഡ് ക്ലൈമറ്റിലാണ് ഇത് പ്രധാനമായിട്ടും കാണുക. 21 മുതൽ 27 ഡിഗ്രി സെൽഷ്യസ് വേണം. ആനുവൽ റെയിൻഫാൾ 75 മുതൽ 100 സെൻറ്റിമീറ്റർ വേണം. ഇറിഗേഷൻ ലോ റെയിൻഫാളിൻ്റെ സീസണിലെ സമയത്ത് ഇറിഗേഷൻ നല്ല രീതിയിൽ വേണ്ട ഒരു ക്രോപ്പാണ്. വെറൈറ്റി ഓഫ് സോഴ്സ് ഇത് വളരും. അതായത് മാനുവൽ ലേബറിൻ്റെ അത്യാവശ്യമുണ്ട്. അതായത് സോവിങ് മുതൽ ഹാർവെസ്റ്റിംഗ് വരെ ഒരു മാനുവൽ ലേബറിൻ്റെ അത്യാവശ്യമുള്ളൊരു ക്രോപ്പാണ് ഈ ഒരു ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ്. ബ്രസീലിന് ശേഷം. ബ്രസീലാണ് ഫസ്റ്റ് പ്രൊഡ്യൂസർ. സെക്കൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇതൊരു ഷുഗറിൻ്റെ അതായത് ജാഗറി, കൻസാരി, മൊളാസസ് തുടങ്ങിയവയുടെയൊക്കെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. ദ മേജർ ഷുഗർ കെയിൻ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ആർ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, പഞ്ചാബ് ആൻഡ് ഹരിയാന. പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ബീഹാർ, പഞ്ചാബ് ആൻഡ് ഹരിയാന. ഇനി ഓയിൽ സീഡ്സ് നോക്കാം. In 2018, India was the second largest producer of groundnut in the world after China. In rapeseed production, India was third largest producer in the world after Canada and China in 2018. Different oilseeds are growing or covering approximately 10% of the total cropped area of the country. Main oilseed produced in India are groundnut, mustard, coconut, sesame, soybean, castor seeds, cotton seeds, linseed and sunflower. Most of these are edible and used as cooking mediums. However, some of these are also used for raw material in the production of soap, cosmetics and ointments. ഇനി ഓയിൽ സീഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് 2018 ഗ്രൗണ്ട് നട്ടിൻ്റെ പ്രൊഡക്ഷനിൽ ചൈനയ്ക്ക് ശേഷം രണ്ടാമതായിരുന്നു ഏറ്റവും വലിയ പ്രൊഡ്യൂസറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ. റേപ്പ് സീഡിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ മൂന്നാമതായിരുന്നു. കാനഡയ്ക്കും ചൈനയ്ക്കും ശേഷം മൂന്നാമതായിരുന്നു ഇന്ത്യ.
അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു കൾട്ടിവേറ്റഡ് ലാൻഡിൻ്റെ 12% ഈ ഒരു ഓയിൽ സീഡ്സാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഓയിൽ സീഡ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ്, കോക്കനട്ട്, സെസമം, സോയാബീൻ, കസ്റ്റർ സീഡ്സ്, കോട്ടൺ സീഡ്, ലിൻസീഡ്, സൺഫ്ലവർ തുടങ്ങിയവയാണ്. ഇത് മിക്കതും എഡിബിളാണ്. ചിലതൊക്കെ എന്തിനാണ് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോപ്പിൻ്റെ പ്രൊഡക്ഷൻ, ഓയിൽമെൻറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ, കോസ്മെറ്റിക്സിൻ്റെ പ്രൊഡക്ഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാസ്റ്റർ സീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഈസ് എ ക്യാരിഫ് ക്രോപ്പ് ആൻഡ് account for about half of the major oilseeds produced in the country. Gujarat was the largest producer of groundnut, followed by Rajasthan, Tamil Nadu in 2019-20. Linseed and mustard are rabi crops. Sesame is a kharif crop in north and rabi crop in South India. Castor seed is grown both as rabi and kharif crop. നോക്കുകയാണെങ്കിൽ ഏകദേശം പകുതി കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഖാരിഫ് ക്രോപ്പായ ഗ്രൗണ്ട് നട്ടാണ്. പിന്നെ ഗുജറാത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗുജറാത്ത് ആയിരുന്നു ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ഗ്രൗണ്ട് നട്ട്. പിന്നെ രാജസ്ഥാനും തമിഴ്നാടും. ലിൻസൈഡും മസ്റ്റാർഡും റാബി ക്രോപ്സ് ആണ്. സീസ്മം ഖാരിഫ് ക്രോപ്പായിട്ട് നോർത്തിൽ, റാബി ക്രോപ്പായിട്ട് സൗത്തിലും കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കാസ്റ്റർ സീഡ് റാബി ക്രോപ്പായിട്ടും ഖാരിഫ് ക്രോപ്പായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. Tea cultivation is an example of implantation agriculture. It is also an important beverage crop in India, initially by the British. Today, the most of the tea plantations are owned by Indians. The tea plants grows well in tropical and subtropical climates endowed with deep and fertile, well-drained soil, rich in humus and organic matter. Tea bushes require warm and moist, frost-free climate all through the year. Frequent showers evenly distributed over the year ensure continuous growth of tender leaves. Tea is a labor-intensive industry. It requires abundant, cheap and skilled labor. Tea is processed within the tea garden to restore its freshness. Major tea-producing states are Assam, Hills of Darjeeling and Jagalpuri district, West Bengal, Tamil Nadu and Kerala. Apart from these, Himachal Pradesh, Uttarakhand, Meghalaya, Andhra Pradesh, Tripura are also tea-producing states in the country. In 2008, India was the second largest producer of tea after China. അപ്പോൾ എന്താണ് ടീ എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിൻ്റെ എക്സാമ്പിളാണ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബീവറേജ് ക്രോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്രിട്ടീഷുകാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ മേജർ പ്ലാന്റേഷൻസ് എല്ലാം ഇന്ത്യൻസിൻ്റെ കയ്യിലാണ്. ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ ഇത് വളരുന്നുണ്ട്. ഡീപ്പ് ആൻഡ് വെരി ഫെർട്ടൈലായ ലാൻഡ് ഇതിന് വേണം. ഹ്യൂമസ് ഓർഗാനിക് മാറ്ററിൻ്റെയൊക്കെ റിച്ചായ ഒരു ലാൻഡ് വേണം. പിന്നെ എന്താണ് പറയാൻ, ഫ്രീക്വൻറ്റ് ഷവേഴ്സിൻ്റെ അത്യാവശ്യമുള്ള ഒരു ഹില്ലിയ ഏരിയാസിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ടീ എന്ന് പറയുന്ന ഒരു ലേബർ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രിയാണ്. അതായത് ലേബേഴ്സിൻ്റെ അത്യാവശ്യം കൂടുതലുള്ള അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ ആവശ്യം കൂടുതലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടീ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പിന്നെ ടീ ഈസ് പ്രോസസ് വിത്തിൻ ദ ടീ ഗാർഡൻ ടു ദ റിസ്റ്റോർ ഇറ്റ്സ് ഫ്രഷ്നസ്. ടീ പ്രധാനമായിട്ടും ടീ ഗാർഡനിൽ തന്നെയാണ് റിസ്റ്റോർ ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഇനി പറയുകയാണെങ്കിൽ മേജർ ടീ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ആസാം, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഡാർജിലിംഗ്, ജഗൽപൂരി ഡിസ്ട്രിക്ട്സ്, തമിഴ്നാട്, കേരള തുടങ്ങിയ സംസ്ഥാനങ്ങളും, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മേഘാലയ, ആന്ധ്രാപ്രദേശ്, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും ടീ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ചൈനയ്ക്ക് ശേഷം ഇന്ത്യയാണ് മേജർ ടീ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്, സെക്കൻഡാണ്. കോഫി. Indian coffee is known in the world for its good quality. The Arabica variety, initially brought from Yemen, is produced in the country. This variety is a great demand all over the world. Initially, its cultivation was introduced on the Baba Bundan Hills, and even today its cultivation confined to the Nilgiri, Karnataka, Kerala and Tamil Nadu. അപ്പോൾ എന്താണ് പറയാൻ, കോഫി എന്ന് പറയുന്നത് ഇന്ത്യൻ കോഫി വളരെ വേൾഡ് റിനൗൺഡ് ആയതാണ്. യമനിൽ നിന്നും കൊണ്ടുവന്ന അറബിക്ക വെറൈറ്റിയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നത്. ഇത് പ്രധാനമായിട്ടും ആദ്യം ബാബ മുണ്ടൻ ഹിൽസിലാണ് കൾട്ടിവേറ്റ് ചെയ്തത്. അതിനുശേഷം കർണാടക, കേരള, തമിഴ്നാട് റീജിയനിലൊക്കെ ഇത് കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. In 2018, India was second largest producer in fruits and vegetables in the world after China. India is producer of tropical as well as the temperate fruits. Mangoes of Maharashtra, Andhra Pradesh, Telangana and Uttar Pradesh and West Bengal. Oranges of Nagpur and Cherrapunji. Bananas of Kerala, Mizoram, Maharashtra and Tamil Nadu. Lychee and guava of Uttar Pradesh, Bihar. Pineapples of Meghalaya. Grapes of Andhra Pradesh, Telangana and Maharashtra. Apples, pears, apricots and walnuts of Jammu Kashmir, Himachal Pradesh are in great demand the world over.
അടുത്ത ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ആണ്, അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെയൊക്കെയാണ്. ചൈനയ്ക്ക് ശേഷം രണ്ടാമതാണ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഹോർട്ടിക്കൾച്ചർ, അതായത് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാംഗോസ് അത് വളരെ റിനൗണ്ടാണ്. ഇനി നാഗ്പൂരിലെയും ചിറാപുഞ്ചിയിലെയും ഓറഞ്ചസ്, കേരള, മിസോറാം, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ബനാനാസ്, ലിച്ചി, ഗുവ, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പൈനാപ്പിൾ, മേഘാലയ, ഗ്രേപ്സ്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര. ഇനി ആപ്പിൾ, പിയേഴ്സ്, ആപ്രിക്കോട്ട്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാൾനട്ട്സ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശിലൊക്കെ. ഇത് വേൾഡ് മുഴുവനായിട്ടും ഒരു മാർക്കറ്റുള്ള ഒരു സംഭവമാണ് ഈ ഇന്ത്യയിലെ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്, ഈ ഒരു സംസ്ഥാനങ്ങളിൽ വരുന്ന ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസർ ഓഫ് പീ, കോളിഫ്ലവർ, ഓനിയൻ, ക്യാബേജസ്, ടൊമാറ്റോസ്, ബ്രിഞ്ചൽ ആൻഡ് പൊട്ടറ്റോ. ഇന്ത്യ അതിന് പുറമെ ഒരു പീ, കോളിഫ്ലവർ, ഓനിയൻ, ക്യാബേജ്, ടൊമാറ്റോ, ബ്രിഞ്ചൽ, പൊട്ടറ്റോ തുടങ്ങിയവയുടെയൊക്കെ ഒരു വലിയൊരു പ്രൊഡ്യൂസറാണ്. നോൺ ഫുഡ് ക്രോപ്സ്. ഇനി നോൺ ഫുഡ് ക്രോപ്സിലേക്ക് പോവാം. റബ്ബർ. ഇറ്റ് ഈസ് ആൻ ഇക്വറ്റോറിയൽ ക്രോപ്പ് ബട്ട് under special conditions. It is also grown in tropical and subtropical areas. It requires moist and humid climate with rainfall of more than 200 cm and temperature about 25 degrees Celsius. Rubber is an important industrial raw material. It is mainly grown in Kerala, Tamil Nadu, Karnataka and Andaman Nicobar Island and Garo Hills of Meghalaya. അപ്പോൾ ഒരു നോൺ ഫുഡ് ക്രോപ്പാണ് ഈ റബ്ബർ എന്ന് പറയുന്നത്. ഒരു ഇക്വറ്റോറിയൽ ക്രോപ്പാണ്. സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ ഇത് ഗ്രോ ചെയ്യാറുണ്ട്. 25 ഡിഗ്രി സെൽഷ്യസിന് എബോവ് വേണം. 200 സെൻറ്റിമീറ്റർ റെയിൻഫോളിനും കൂടുതൽ വേണം. ഇനി റബ്ബർ ഇൻഡസ്ട്രി മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽ ആയിട്ടാണ് യൂസ് ചെയ്യുക. മെയിൻലി ഗ്രോ ചെയ്യുന്നത് കേരള, തമിഴ്നാട്, കർണാടക, ആൻഡമാൻ നിക്കോബാർ, അതുപോലെ തന്നെ മേഘാലയയിലെ ഗ്യാരോ ഹിൽസിലാണ്. ഇനി ഫൈബർ ക്രോപ്സ് എടുക്കുകയാണെങ്കിൽ cotton, jute, hemp and natural silk are the four major fiber crops grown in India. The first three are derived from the crops grown in the soil and later is obtained from cocoons of the silkworms fed on green leaves, especially mulberry. Layering of silkworm for the production of silk fiber is known as sericulture. ഫൈബർ എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ടൺ, ജൂട്ട്, ഹെംപ്, നാച്ചുറൽ സിൽക്ക് ആണ് പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്ന 4 ഫൈബർ ക്രോപ്പ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 3 കോട്ടൺ, ജൂട്ട്, ഹെംപ് എന്ന് പറയുന്നത് സോയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അവസാനത്തെ ആയിട്ടുള്ള സിൽക്ക് എന്ന് പറയുന്നത് നാച്ചുറൽ സിൽക്ക് എന്ന് പറയുന്നത് സിൽക്ക് വാംസിനെ വളർത്തി ഗ്രീൻ ലീവ്സിൽ വെച്ച് വളർത്തിയത്, മൾബറിയിലേക്ക് വെച്ച് വളർത്തി അതിനൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന അതാണ് അടുത്തെന്തെന്ന് പറയുന്നത് നാച്ചുറൽ സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിൽക്ക് വാംസിനെ കൾട്ടിവേറ്റ് ചെയ്ത് സിൽക്ക് ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സെറികൾച്ചർ. Cotton. India is believed to be the original home of the cotton plant. Cotton is one of the main raw material for the cotton textile industry. In 2017, India was the second largest producer of cotton after China. Cotton grows well in drier parts of the black soil of the Deccan Plateau. It requires high temperature, light rainfall or irrigation. 2010, frost-free days and bright sunshine for its growth. It is a kharif crop and requires 6 to 8 months to mature. Major cotton producing states are Maharashtra, Gujarat, Madhya Pradesh, Karnataka, Andhra Pradesh, Telangana, Tamil Nadu, Punjab, Haryana and Uttar Pradesh. കോട്ടൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കോട്ടൻ്റെ ഒരു ഹോം ലാൻഡ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ കോട്ടൺ പ്രൊഡക്ഷനിൽ സെക്കൻഡാണ് ചൈനയ്ക്ക് ശേഷം. കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടനാണ്. ഇത് പ്രധാനമായിട്ടും ഡെക്കാൻ പ്ലാറ്റ്യൂവിലൊക്കെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യാറുള്ളത്. 6 to 8 months ഇത് മെച്ചുറാവാൻ, ഈ ഒരു പ്ലാന്റ് മെച്ചുറാവാൻ എടുക്കും. പ്രധാനപ്പെട്ട സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, പഞ്ചാബ്, ഹരിയാന ആൻഡ് ഉത്തർപ്രദേശ്. അടുത്ത ജൂട്ട്. It's also known as golden fiber. Jute grows well on well-drained fertile soils in the flood plains where soils are renewed every year. High temperature is required during the time of growth. West Bengal, Bihar, Assam, Odisha and Meghalaya are the major jute producing state. It is used in making gunny bags, mats and ropes, yarns, carpets and other artifacts. Due to its high cost, it is losing market to synthetic fiber and packing material, particularly the nylon. ജൂട്ട് എന്ന് പറയുന്നത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നതാണ്. പ്രധാനമായിട്ടും നല്ല ഫെർട്ടൈലായ സോയിലിൽ ഫ്ലഡ് പ്ലെയിൻസിലൊക്കെയാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ഇത് ഇയർ വൈസ് ആ ഒരു സോയിൽ റിപ്ലനിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്ലഡ് സോയിൽ ആയതുകൊണ്ട് തന്നെ അവിടെയാണ് ഗ്രോ ചെയ്യുന്നത്. വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ, മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മെജറായിട്ട് ജൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇത് ഗണി, ബാഗ്സ്, മാറ്റ്സ്, റോപ്സ്, യാൺ, കാർപ്പറ്റ്സ് തുടങ്ങിയ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഹൈ കോസ്റ്റ് കാരണം ഇതിൻ്റെ മാർക്കറ്റ് ഇപ്പോൾ ലോസ് ചെയ്ത് വരുന്നുണ്ട്. ടെക്നോളജിക്കൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. It was mentioned in the previous pages that agriculture has been practiced in India for thousands of years. Sustained use of land without compatible institutional changes have hindered the pace of agricultural development. Despite the development of sources of irrigation, most of the farmers in large parts of the country still depend upon monsoon and natural fertility in order to carry on their agriculture. അപ്പോൾ ടെക്നോളജി, അതായത് നമുക്കറിയാം ഇന്ത്യയിൽ അഗ്രികൾച്ചർ പ്രധാനമായിട്ടും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇത് കൾട്ടിവേറ്റ് ഒരു അഗ്രികൾച്ചർ ഫീൽഡിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടെക്നോളജിക്കൽ മാറ്റം ഫാമേഴ്സ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഗ്രോത്തിനെ, അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്തിനെ ഇത് ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നല്ല, നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇറിഗേഷൻ കുറച്ചുള്ള മെത്തേഡ്സ് മാത്രം അഡോപ്റ്റ് ചെയ്തിട്ടുള്ളൂ ഇതുവരെ പ്രധാനമായിട്ടും കർഷകർ. ഇപ്പോഴും അവർ ഇറിഗേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും മൺസൂണിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് ആ ഒരു നാച്ചുറൽ ഫെർട്ടിലിറ്റി ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റ് അത്രത്തോളം എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് അത്രത്തോളം എത്തിയിട്ടില്ല. For growing population, this poses a serious challenge. Agriculture, which provides livelihood for more than 60% of its population, needs some serious technical and institutional reforms. Thus, collectivization, consolidation of holdings, cooperation, and abolition of zamindari, etc. were given priority to bring about institutional reforms in the country after independence. Land reform was the main focus of the first 5-year plan. The right of inheritance had already led to fragmentation of land holdings and necessitating consolidation of holdings. അപ്പോൾ എന്താണ് ഇപ്പോൾ ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 5-year പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ആശയം തന്നെ ലാൻഡ് റിഫോംസ് ആയിരുന്നു. കാരണം ഇതൊരു ചേഞ്ച് കൊണ്ടുവരുത്താതിരുന്നാൽ ഈ ഒരു 60% ഓഫ് ആൾക്കാർ, ഇന്ത്യയിലെ 60% ഓഫ് പോപ്പുലേഷൻ ആശ്രയിക്കുന്ന അഗ്രികൾച്ചർ ഡെവലപ്പ് ചെയ്യാതിരുന്നാൽ അത് ഇന്ത്യയിലെ ജനങ്ങളെ വലിയ രീതിയിൽ അത് ബാധിക്കും. അത് ചേഞ്ച് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് 5-year പ്ലാൻ, ഫസ്റ്റ് 5-year പ്ലാൻ മുതൽ തന്നെ ശ്രമിക്കുന്നത്. The law of land reforms were enacted, but the implementation was lacking or lukewarm. The government of India embarked upon introducing agriculture reforms to improve Indian agriculture in 1960s and 70s. അഗ്രികൾച്ചർ വീണ്ടും ഡെവലപ്പ് ചെയ്യാൻ 1960s-ലും 70s-ലും ഒക്കെ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. The Green Revolution, based on the use of package technology, and the White Revolution, Operation Flood, were some of the strategies initiated to improve the lot of Indian agriculture. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ തുടങ്ങിയ പല ആശയങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നു. ബട്ട് ദീസ് ടു ലെഡ് ടു ദ കൺസെൻട്രേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ഫ്യൂ സെലക്റ്റഡ് ഏരിയാസ്. പക്ഷേ ഇതെല്ലാം ഒരു ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഡെവലപ്മെൻറ്റിന് കാരണമായത്. Therefore, in 1980s and 90s, a comprehensive land development program was initiated, which included both institutional and technical റിഫോംസ്. അതുകൊണ്ട് തന്നെ 80s-ഉം 90s-ഉം ആയിട്ടൊക്കെ ആയപ്പോൾ കോംപ്രിഹെൻസീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്തു. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ റിഫോംസ് ആയിരുന്നു. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉണ്ടായിരുന്നു, ടെക്നിക്കൽ റിഫോംസ് ഉണ്ടായിരുന്നു. പ്രൊവിഷൻ ഓഫ് ക്രോപ്പ് ഇൻഷുറൻസ് അഗൈൻസ്റ്റ് ഡ്രൗട്ട്, ഫ്ലഡ്, സൈക്ലോൺ, ഫയർ ആൻഡ് ഡിസീസ്, establishment of Gramin banks, cooperative societies and banks for providing loan facilities to farmers at low rates and of interest were some important steps in this direction. അതിൻ്റെ ഭാഗമായിട്ട് ക്രോപ്പ് ഇൻഷുറൻസ്, ഡ്രൗട്ട്, ഫ്ലഡ്, സൈക്ലോൺ, ഫയർ, ഡിസീസ് തുടങ്ങിയവയ്ക്കെതിരെയെല്ലാം ക്രോപ്പ് ഇൻഷുറൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്രാമീൺ ബാങ്ക്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതുവഴി ലോ ഇൻട്രസ്റ്റ് ലോൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. കിസാൻ ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം are some other schemes introduced by the government of India for the benefit of farmers. Moreover, special weather bulletins and agriculture program for farmers were introduced on the radio and television. The government also announces minimum support price, remunerative and procurement prices for important crops to check the exploitation of farmers by speculators and middlemen. KCC, കിസാൻ ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം തുടങ്ങിയവ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം വെതർ ബുള്ളറ്റിൻസ് അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രോഗ്രാംസൊക്കെ ടെലിവിഷൻ, റേഡിയോ വഴിയൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നു. ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു മാക്സിമം സപ്പോർട്ട് പ്രൈസ്, അതായത് മിനിമം താങ്ങുവില, ആ ഒരു സംഭവം അനൗൺസ് ചെയ്യുന്ന വഴി ആ ഒരു മിഡിൽ മാനിനൊക്കെ പ്രൈസ് കുറച്ചെടുക്കാൻ വരുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്യുന്നത്.